അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡിസംബറോടുകൂടി വാറ് തീരണമെന്നുള്ള ധാരണയിലാണ് എല്ലാ രാജ്യങ്ങളുടെയും പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ എക്കോണമി ഇത് ബാധിക്കുന്നുണ്ട്. ഇത് ഏറ്റവും പോസിറ്റീവ് എക്കോണമി ഉണ്ടാക്കിയേക്കുന്ന, ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യം ചൈനയെ. ഇപ്പൊ എങ്ങനെ ട്രംപ് ഇപ്പൊ ചൈനയുടെ കാലെ പിടിച്ച് ഈ വാറ് നിർത്താനുള്ള പരിപാടിയിലോട്ടാണ് പോകുന്നത്. അതായത് വല്ലാത്തൊരു സ്റ്റേജിലോട്ടാണ് ഫർദറായിട്ടുള്ള ഇതിന്റെ പോക്ക്. കാരണം പല രീതിയിലുള്ള പല വഴിക്കും പുടിനുമായിട്ട് സംസാരിച്ച് ഈ ഡോൺബാസ് ആണെങ്കിൽ മറ്റു പല റീജിയന്റെയും അതവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഉക്രൈൻ അത് സമ്മതിക്കുന്നില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതിൻ്റെ പേരിലാണ് വാർ ഇങ്ങനെ പ്രൊലോങ് ആയിട്ട് ഇങ്ങനെ നീണ്ടങ്ങ് പോകുന്നത്. ഉറപ്പായിട്ടും എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഫർദറായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ആലോചിക്കുമ്പോൾ ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് ഇന്ത്യക്ക് പെട്ടെന്ന് ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്തത്. ഇത്രമാത്രം ഇന്ത്യൻ വെസൽസ് മാത്രമല്ല, ഇന്ത്യൻ റിഫൈനറി, അപ്പം എനർജി നീഡ്സ് ഉണ്ട് ഇന്ത്യയിൽ ഉറപ്പായിട്ടും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഹ്യൂജായിട്ട് വാങ്ങുന്നത്. പക്ഷെ പെട്ടെന്ന് ട്രംപ് കയറി സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പല ബാങ്കുകളും ഈ ട്രാൻസാക്ഷൻ നടത്താൻ മടിക്കും. ഈ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ആണ്. കാരണം ഈ പ്രോപ്പറായിട്ട് ഈ കൺവേർട്ട് ചെയ്യാനോ അതേപോലെ ട്രാൻസാക്ഷൻ നടന്നില്ല എങ്കിൽ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ PSU ആണെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും ഈ റഷ്യൻ കമ്പനി, പ്രധാനപ്പെട്ട ഓയിൽ ജയൻസ് ആണ് ഈ രണ്ടെണ്ണം, ഇവരുമായിട്ട് ട്രാൻസാക്ഷൻ നടക്കത്തില്ല. അതേപോലെ റോസ്നെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവരുടെയാണ് 51% SRന്റെ റിഫൈനറി മേടിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാവരും നോക്കിക്കാണുന്നത്, അതായത് ഗ്ലോബലായിട്ടും ഇന്ത്യയിലെ എക്കണോമിസ്റ്റുകളും ഓയിലുമായിട്ട് ബന്ധപ്പെട്ട്, എനർജിയായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കാണുന്നത് ഇത് ഇന്ത്യ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്.